ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും ഒരു സ്ഥലം വരെ പോവാണ്. അപ്പം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കേട്ടോളാം. എങ്ങോട്ടാണ് പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് കാണണ്ടേ നിങ്ങൾക്ക്. അപ്പം ഞാൻ എന്തായാലും ഗൈസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി പോവാം. ഗസ് ചെയ്തോളൂ ഞാൻ എങ്ങോട്ടാണ് പോകണേന്ന്. പിന്നെ നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ഇടേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സ്ഥലം എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഒരു സെലിബ്രിറ്റിയുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളുകളായി. പിന്നെ അങ്ങോട്ടേക്കെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല. ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്ര അടുത്ത് ഇടുന്നിട്ട് നമ്മൾ പോകാറുണ്ടായിരുന്നില്ല. അകലെന്ന് വരെ വന്ന് ആൾക്കാർ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പോവാതിരുന്നുണ്ടെങ്കിൽ മോശമല്ലേ. ഇത് എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പുള്ളിലേക്ക് എത്തി ഗൈസ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ താമരപ്പാടമുണ്ട്. അപ്പോൾ അവിടെ തന്നെ കൊട്ടവഞ്ചി അതുപോലെ വഞ്ചി ഒക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കയറണമെങ്കിൽ കയറാം. പക്ഷെ ഞങ്ങളൊന്നും കയറിയില്ല. കാരണം നമ്മൾ ഫോട്ടോയും കാര്യങ്ങളോ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഈ കാണുന്നത് മൊത്തം താമരയാണ്. താമരപ്പാടമാണ് മൊത്തം കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു താമരയിൽ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി തോന്നി. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പൊട്ടിക്കാനും പറ്റാത്ത കാരണം കൊണ്ടാണ്. പിന്നെ കുറേ പേര് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ടല്ലോ. ആ പ്ലേസാണ് ഇവിടെ കാണുന്നത്. കൊട്ടവഞ്ചിയിൽ 4 പേർക്ക് 200 പിന്നെ അതുപോലെ മറ്റേ വഞ്ചിയിൽ കയറാണെങ്കിൽ ഒരു കൂടുതൽ പേർക്കായിട്ട് കയറാൻ പറ്റും. അതിലൊരാൾക്ക് 150 രൂപയായിരുന്നു. ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണെങ്കിലാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ഇവിടെ. പിന്നെ അവിടെ നിന്ന് കുറച്ച് പേരൊറ്റയ്ക്കും കൂടി ഞങ്ങൾ പോയി. അപ്പോൾ ഈ പോണ വഴി നമ്മളൊരു സെലിബ്രിറ്റിയുടെ വീടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ട് കാണും. ആ കാണുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മൾ സിനിമ നടി മഞ്ജുവാരുടെ വീട്. പക്ഷെ അവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. വീടൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീട് കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്തതാണ് വീഡിയോ. ഇതാണ് വീട്. ഇതാ ഗേറ്റിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ അവിടെ പാലം പണി നടക്കണ കാരണം കൊണ്ട് ഞങ്ങളവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ ഫുള്ള് നല്ല രസമാണ്. ഫുള്ള് പാടായിട്ട് പിന്നെ നല്ല കാറ്റുള്ള കാരണം കൊണ്ട് നല്ല വൈബാണ്. നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സൺസെറ്റൊക്കെ കാണാൻ പറ്റും. വെക്കേഷൻ ആയ കാരണം കൊണ്ട് കുറേ പേരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നല്ലോണം ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം നല്ല ചിക്കൻ്റെയും ബീഫിൻ്റെ ഒക്കെ മണ്ണടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടേക്ക് എത്തിയപ്പോൾ. അപ്പോൾ ഫാമിലി ആയിട്ടും അതുപോലെ ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് അവിടെ. കയാക്കിങ്ങും അതുപോലെ ബോട്ട് പോലത്തെ സംഭവവും വഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്പ്ലോർ ചെയ്യുന്നവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇറങ്ങാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള കാരണം കൊണ്ട് പോയില്ല. അവിടെ കുറച്ച് നേരം നടന്നു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് ഞങ്ങൾ പാലം കയറി നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അനിയൻ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ 3 കൂടിയിട്ടാണ് പോയത്. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറേ പേരുണ്ട്. ഈ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കൂടെ വെറുതെ നടന്ന് നോക്കിയതാണ്. അപ്പോൾ ഇവിടുത്തെ ചാക്ക് പോലത്തെ സംഭവം ഇട്ടിട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലും എന്തോ മുളേരെ ഇത് വെച്ചിട്ട് കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവർക്കും വെക്കേഷനൊക്കെ ആയിട്ട് ഇരിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റിയ സ്പോട്ടാണ്. അപ്പം ഞാനും വെറുതെ ഇരിക്കുന്നതായിരുന്നപ്പോഴാണ് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ കാറ്റും കൊണ്ടൊക്കെ നടക്കാൻ നല്ല സുഖമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ വീട്ടിലിരുന്ന് വെറുതെ മുഷിഞ്ഞ ചാവും വേണ്ട. ഞാനാണെങ്കിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി തന്നെയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഫോട്ടോഷൂട്ടിനൊന്നും പറ്റിയ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആരും എടുത്ത് തന്നില്ല ഗൈസ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ സൂര്യകാന്തിപ്പാടം കാണാൻ വേണ്ടിയിട്ട് പോന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. കുണ്ടോളിക്കടവ് പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോണ വഴിയിൽ കൂടെ പോയിട്ടാണ് ഈ സംഭവത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് ഈ പോണ വഴിയാണ് ഈ തണ്ണിമത്തം ഫുള്ള് ഉണ്ടാക്കി കിടക്കുന്നത്. തണ്ണിമത്തൻ്റെ പാടുണ്ട് അവിടെ. അതാണ് ഈ ഫുള്ള് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അവിടെ വിൽക്കാനായിട്ട് റോഡ് സൈഡിൽ അവർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആർക്കും വേണ്ടായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ആരും കൊണ്ടുപോകണം കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മഴയത്തൊക്കെ കുറച്ചിങ്ങനെ നനഞ്ഞ് കിടക്കുന്നുണ്ടപ്പോൾ അങ്ങനെ തോന്നിയതാണ്. പക്ഷേ വണ്ടിയിൽ വന്നിട്ടൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയെന്ന് അവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു. മുകളിൽ കൂടെ കുറേ കിളികളൊക്കെ പോകണുണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ ഞങ്ങൾ വണ്ടിയുമ്മേലാണ് പോയത്. അപ്പോൾ ഇവിടെ ഈ വണ്ടി സൈഡാക്കി വെച്ചു. അങ്ങനെ ഇനി ഇതേ അങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങോട്ട് നടന്നിട്ട് വേണം നമ്മൾ സൂര്യകാന്തിപ്പാടത്തിലോട്ട് എത്താൻ. അപ്പോൾ ഞാനിതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സൂര്യകാന്തിപ്പാടം. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് എന്തായാലും കണ്ടാലെന്ന് വിചാരിച്ചത്.
അപ്പോൾ